എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് മക്കൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുക എന്നത്. അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കുക. ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് അനുയോജ്യയായ സോലിഹത്തായ, എൻ്റെ മകന് യാതൊരുവിധ ബുദ്ധിമുട്ടും ലഭിക്കാത്ത, മാനസിക സംഘർഷവും പ്രയാസവും ഒന്നും ലഭിക്കാത്തൊരു സുന്ദരിയായ മോളെ കിട്ടണമെന്നതാണ്. പ്രത്യേകിച്ച് ടെൻഷൻ കൂടുതലുള്ളത് മകളുടെ വിഷയത്തിലാണ്. ആ മകളെ ഇങ്ങനെ പോറ്റി വളർത്തി, കൊഞ്ചിച്ച്, ലാളിച്ച് ഒക്കെ ഇങ്ങനെ വളർത്തി. ഞാൻ മുമ്പൊക്കെ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ കൂടെ വാഹനത്തിൽ കയറുമ്പോൾ കരയുന്ന കണ്ണീരിനെ കുറിച്ച് പരിഹസിച്ചിട്ടൊക്കെ പറയായിരുന്നു. എനിക്ക് പെൺമക്കളുണ്ടായതിനു ശേഷം ഇപ്പോൾ ഞാനത് പറയലില്ല. കാരണം അത് യഥാർത്ഥത്തിൽ അത് പരിഹാസമല്ല, സത്യത്തിൽ നെഞ്ചുകൂട്ടി കരയണമെന്ന് ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ? ചിരി കണ്ടപ്പോൾ മനസ്സിലായി പെൺമക്കളുണ്ടെന്ന്. ഇനി ഒരുപാട് ചിരിക്കണ്ട, ഒരുപാട് ചിരിച്ചാൽ ഇനി പെൺമക്കളല്ല തരും, കുറച്ച് ഗൗരവത്തിരുന്നോളൂ. അപ്പോൾ അതൊരു തമാശക്ക് അഭിനയിക്കുന്നതല്ലാന്ന് പെൺമക്കളുള്ള വാപ്പാക്ക് നല്ലപോലെ അറിയാം. ആ പ്രിയപ്പെട്ട മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കും. അതിന് ഒരു ആലോചന വന്നാൽ ആ സഹോദരൻ്റെ അല്ലെങ്കിൽ ആലോചന വന്ന ആ പുതുമാപ്പിളയുടെ എല്ലാ ഡീറ്റെയിൽസും അന്വേഷിക്കുകയാണ്. ജോലി, ക്വാളിറ്റി, സ്വഭാവം, കള്ളുകുടിക്കോ സിഗരറ്റ് വലിക്കോ, അതൊക്കെ അന്വേഷിക്കുകയാണ്. ഞാൻ പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ മകളോടൊത്ത് കുറേ കാലം ജീവിക്കുന്ന മരുമകൻ അവനെ പോലെയായിട്ട് മകൾ മാറുന്നു, അല്ലെങ്കിൽ മകളെ പോലെയായിട്ട് അവൻ മാറുന്നു. അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മകളുണ്ടായിരുന്നു. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമാണ്, ആബിദാണ്, ആലിമാണ്, ലാളിത്യം നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയാണ്. ചെറിയ വീടും ചെറിയ ചെറിയ കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൂ. മകളെ പഠിപ്പിച്ചതാണെങ്കിൽ ആ രീതിയിലാണ്. അത്ര ഈമാൻ നിറഞ്ഞു തുളുമ്പുന്ന മോളാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മോളും. അപ്പോൾ ഒരുപാട് ആലോചനകൾ വരികയാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് ഒത്തിരി ആലോചനകൾ വരികയാണ്. അതൊക്കെ ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കി പരിശോധിച്ചിട്ടാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുക്കുന്നതും ഒഴിവാക്കുന്നതും. ഒടുവിൽ ആ നാട് മുഴുവനും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലൊരു ആലോചന വന്നു. ആ നാട്ടിലെ രാജപുത്രന്റെ ആലോചന, ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ മകൻ്റെ ആലോചന. മേമാട്ടുപാറയിലെ താത്തമാരാണെങ്കിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂല. ഇച്ചിരി കഞ്ചാവാണെങ്കിൽ കുഴപ്പമില്ലേക്കാ, നല്ല പൂത്ത പണമല്ലേ, കുഴപ്പമില്ല, അവൻ കഞ്ചാവ് അടിച്ച് ബോധമില്ലാതെ കട്ടിലടി കിടന്നോളൂ, നമ്മളെ മോള് സന്തോഷമായിട്ട് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അപ്പം തന്നെ കൈ കൊടുത്ത്, എപ്പോൾ കൊടുത്തെന്ന് ചോദിച്ചാൽ മതി, എന്തായാലും കൊടുക്കും. തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല. രാജപുത്രനും കൂടിയാണ്. ഒരു രാജ്യത്തിന്റെ അധികാരം കയ്യിലേന്തുന്ന രാജാവിന്റെ മകൻ, ആ നാട്ടിലെ തന്നെ ചെറ്റക്കൂരയിൽ കഴിയുന്ന പാണ്ഡിത്യത്തിന്റെ നിറകുടമായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾക്ക് വിവാഹാലോചനയുമായി കത്തയക്കുകയാണ്. ആളെ വിടുകയാണ്, കൊട്ടാരത്തിൽ നിന്ന് ആളെ വിടുകയാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ കുടിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ദൂതൻ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നാട് മുഴുവനും വാർത്തയായി. അദ്ദേഹത്തിന് സുന്ദരിയായ, മര്യാദയുള്ള അങ്ങനെ ഒരു മോൾ ഉള്ളത് കൊണ്ട് തന്നെ രാജകൊട്ടാരത്തിലേക്ക് വധുവായി പോകാൻ കഴിഞ്ഞല്ലോ എന്ന് നാട് മുഴുവനും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയാണ്, ആ വിവാഹാഭ്യർത്ഥനയെ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു നിരസിച്ചിരിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും കുടിലേക്ക് വന്നിട്ട് ചോദിച്ചു, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ ഈ 3 നേരം പോലും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ ഈ കൂരയ്ക്കകത്ത്, മഴയും വെയിലും കൊണ്ടുകൊണ്ട് കഴിയുന്ന കൂരയ്ക്കകത്തിരുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ രാജകൊട്ടാരത്തിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ അള്ളാഹുവായിട്ട് നേരിട്ട് തന്ന ഒരു വലിയ അസുലഭ നിമിഷത്തെ നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയണോ? എന്താണ് രാജാവിന്റെ മകനെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞത്? മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലെങ്കിലും ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പിന്നാലെ ദുനിയാവ് ഓടിവരും. ദുനിയാവ് വേണം എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നവർക്ക് ദുനിയാവ് കിട്ടുകയുമില്ല. എനിക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളോട്, ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളോട് മോഹമില്ല. എന്റെ മകൾക്ക് സന്തോഷകരമായ ജീവിതം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് രാജാവിന്റെ മകന്റെ ആലോചന ഞാൻ വേണ്ടെന്ന് പറഞ്ഞതെന്നറിയുമോ? ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ജീവിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. എന്റെ പൊന്നുമോൾ എന്നോട് പറയുന്നു, വാപ്പാ
ഏതു കൊട്ടാരത്തിൽ പോയി ജീവിച്ചാലും വാപ്പാന്റെ പൊന്നുമോളെ മനസ്സു മാറൂല. ആരുടെ കൂടെ എത്ര കൊല്ലം കഴിഞ്ഞാലും എന്റെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോവില്ല എന്നൊക്കെ എന്റെ മകള് പറഞ്ഞാലും ചാരിയാൽ ചാരിയത് മണക്കുമെന്നതുപോലെ കുറച്ചുനാള് രാജകൊട്ടാരത്തിന്റെ അകത്തിന്റെ പൊന്നുമോള് കഴിയുമ്പോ അവസാനം ഈ ചെറ്റക്കുടിൽ ഇഷ്ടപ്പെടാതെ വരും. വാപ്പ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം മോശമാണെന്ന ചിന്ത വരും. ദുനിയാവ് സുഖിക്കാനും രസിക്കാനും ഉള്ളതാണെന്ന ഓർമ്മ എന്റെ പൊന്നുമോളെ മനസ്സിൽ വരും. ഇത്രയും കാലം എന്നെ വാപ്പ പറ്റിച്ചതാണെന്ന ചിന്ത വരും. കിടക്കുമ്പോൾ താഴ്ന്നു പോകുന്ന ഭൂമെത്തയിലേക്ക് എന്റെ പൊന്നുമോളെ ഭൂമിയിൽ കൊണ്ടുവെക്കുമ്പോ മണ്ണെന്ന് പറയുന്ന മനുഷ്യൻ താഴ്ന്നു കിടക്കുന്ന രീതിയെക്കുറിച്ച് എന്റെ പൊന്നുമോള് മറന്നുപോകും. എല്ലാ ആഡംബരത്തിന്റെ ചിന്തകളും അറിയാതെ എന്റെ തങ്കക്കൂടത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഒരിക്കലും എന്റെ പൊന്നുമോളെ അങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എന്ത് നഷ്ടം സംഭവിച്ചാലും ഞാൻ സഹിച്ചുകൊള്ളാമെന്ന് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുമ്പോ എന്റെ മേമാട്ടുപാറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ നന്നാകുന്നത് എങ്ങനെയാണ്? ആരോടൊപ്പമാണോ നിങ്ങൾ നടക്കുന്നത്, ആരുടെ കൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്, ആരുടെ കൂടെയാണോ കൂടുതൽ സംസാരിക്കുന്നത്, ആരുടെ കൂടെയാണോ കൂടുതൽ ഇടപെടുന്നത്, അവനുമായി നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നുവോ അതനുസരിച്ചുകൊണ്ട് അവനിൽ നിന്ന് ചില സംഭാഷണ ശകലങ്ങൾ, ചില സ്വഭാവ രൂപീകൃതങ്ങൾ, ചില രൂപഭാവങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യനെന്ന് പറയുന്നത് അവൻ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അവന്റെ പ്രകൃതത്തിലാണ്, അവന്റെ സ്വഭാവത്തിലാണ്, അവന്റെ രീതിയിലാണ്. അതുകൊണ്ടാണ് ഓരോ വഖത്ത് നിസ്കാരത്തിന്റെയും ഓരോ റകഅത്തിലും ഞാനും നിങ്ങളും കൈകെട്ടിയിട്ട് അല്ലാഹുവോട് പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, ഞങ്ങൾക്ക് നേരായ മാർഗം നീ കാണിച്ചു തരണേ അല്ലാഹ്. മേമാട്ടുപാറയിലെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഫാത്തിഹ ഓതി പുറത്തിറങ്ങുമ്പോ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആളുണ്ട്, എന്നെ കളിക്കാണാൻ കൊണ്ടുപോകാൻ ആളുണ്ട്. പള്ളിയുടെ മുമ്പിൽ തന്നെ സ്റ്റെപ്പിലിരുന്നു കൊണ്ട് ലാപ്ടോപ്പ് ഓണാക്കി വെച്ചിട്ട് ലുഡോ കളിക്കാൻ ആളുണ്ട്. എന്നെ ഫസാറും ഈബത്തും പറയാൻ കൊണ്ടുപോകാൻ ആളുണ്ട്. ലൈബ്രറി കൊണ്ടുപോകാൻ ആളുണ്ട്. വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് കല്യാണ ഉണ്ണികളായിട്ട് കൊമ്പ വിരിപ്പിച്ച് നടക്കാനുള്ള ആഗ്രഹത്തിനുള്ള ആർത്തിയുള്ള കൂട്ടുകാരുണ്ട്. കള്ളും കഞ്ചാവും ലഹരി ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ട്. വേങ്ങരയുടെയും മലബാറിന്റെയും കോട്ടക്കലിന്റെയും പരിസരത്ത് സുന്ദരികളായ പെൺകുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിന്റെ മുഖത്തളത്തിലേക്ക് പോയി വായ നോക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാനുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അല്ലാഹ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നേരായ വഴിയിലൂടെ ഞങ്ങളെ നീ നടത്തണേ അല്ലാഹ്. അങ്ങനെ ഒരു ദുആ ഫാത്തിഹയിൽ എല്ലാ റക്അത്തിലും നമ്മൾ ഓതുന്നതിന്റെ പ്രധാന കാരണം ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകാൻ പല ആളുകളുള്ളതാണ്. ഒരാൾ 3 പണക്കാരുടെ കൂടെയാണ് എപ്പോഴും യാത്ര, എപ്പോഴും ആ 3 പണക്കാരൻ്റെ കൂടെ യാത്ര. 3 വർഷം കൊണ്ട് ഈ 4ാമത് നടന്നവനൊരു പണക്കാരനാവുമെന്നാണ്. അതുകൊണ്ട് പണക്കാരെ കൂടെ ആരും കൂട്ടൂല. അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യും, ഒറ്റയ്ക്ക് വാഹനത്തിൽ വേറെ ആരും കയറ്റൂല, അവരെന്നെ യാത്ര ചെയ്യും. 3 ബുദ്ധിമാന്റെ കൂടെയാണ് നടത്തുക. ഇവന് വലിയ ബുദ്ധിയൊന്നുമില്ല, പക്ഷെ അവൻ നടക്കുന്നത് അവനൊരു 3 ബുദ്ധിമാന്മാരായ കൂട്ടുകാരുണ്ട്. എപ്പോഴും അവരുടെ കൂടെയാണ് നടത്തുക, അവരുടെ കൂടെ ഇരുത്തുക, അവരുടെ കൂടെ സംസാരം, അവരുടെ കൂടെ ഭക്ഷണം കഴിപ്പ്. എല്ലാവരും പറയുന്നുണ്ട്, കണ്ടടാ എൻ്റെ കൂടെ നടന്ന എൻ്റെ ഉസ്താദ് മനസ്സിലായ കാര്യം. അങ്ങനെ ഒന്നല്ല, സ്വയം അങ്ങനെ ആർക്കും പറയാലോ. ബുദ്ധിയില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിയുണ്ടെന്ന് എപ്പോഴും പറയണത്. അപ്പം 4ാമത്തെ ബുദ്ധിമാൻ ആരായിരിക്കും? 3 വർഷം കൊണ്ട് എവനായിരിക്കും 4ാമത്തെ ബുദ്ധിമാൻ? അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ സംസാരം, അവരുടെ നടത്ത, അവരുടെ ഇടപെടൽ ഒക്കെ അവന് കിട്ടും. 3 മണ്ടന്മാരെ കൂടെ ഒരു ബുദ്ധിമാൻ നടക്കുകയാണ്. എപ്പോഴും അവൻ്റെ കൂടെ തന്നെ. അവൻ ഫോൺ വിളിച്ചാൽ ചാടിയെടുക്കും, ബാത്റൂമിലാണെങ്കിലും എടുക്കും, ഒരു രക്ഷയില്ല. ആ രീതിയിൽ കട്ട കമ്പനിയാണ്. 3 വർഷമൊന്നും വേണ്ട, 3 മാസം കൊണ്ട് 4ാമത്തെ മണ്ടൻ അവന്. അവന്മാർ എന്നെ തോറ്റു, അത്രയ്ക്ക് വലിയ മണ്ടത്തരവൻ ചെയ്യും. ഇതാണ് ഈ ചേരുന്നതിൻ്റെ പ്രശ്നം. ഇതാണ്. ഇത് വെറുതെ പറഞ്ഞതൊന്നുമല്ല. ബുഖാരിയിലുണ്ടോ മുസ്ലിമുണ്ടോ എന്ന് ചോദിക്കേണ്ട, അതിലൊന്നുമില്ല. നിങ്ങളത് ആലോചിച്ച് നോക്കി, നിങ്ങൾ വേണമെങ്കിൽ കൂട്ടുകൂടി നോക്കി, തിരഞ്ഞെടുത്ത് നോക്കി ആരാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. കറക്റ്റ് കുറച്ച് ആൾ കഴിയുമ്പോൾ നിങ്ങൾ അവരെ പോലെ ആയിരിക്കും, ഉറപ്പാണ്. ഹദീസുണ്ട് അൽ മർഉ അലാ ദീനി ഖലീലി.
ഇപ്പം ഞാൻ ഷെരീഫ് ഫൈദി ഉസ്താദുമായിട്ട് നല്ല കൂട്ടുകൂടി നിരന്തരം പ്രസംഗത്തിനും പോകാതെ പുള്ളിയുടെ കൂടെ നടന്നാൽ 3 വർഷം കൊണ്ട് ഷെരീഫ് ഫൈസിക്ക് ഇപ്പോൾ 85 കിലോ ഉണ്ടെങ്കിൽ ഞാൻ 160 കിലോ ആവും. കാരണം മൂപ്പര് 3 നേരം മട്ടൻ കഴിക്കും, ഞാനും പോയിരുന്ന് കഴിക്കും. മൂപ്പർക്ക് 4 നേരം ബിരിയാണി ഉണ്ടാവും, ഞാനും പോയിരുന്ന് കഴിക്കും. ഇതെന്നെ പരിപാടി. മൂപ്പറിന് വേറെ പരിപാടി. ഇന്നിപ്പോൾ 4 പ്രാവശ്യം ഉണ്ടെന്ന് ഞാൻ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് 3ാമത്തെ പ്രാവശ്യം ഇന്നിപ്പോൾ കഴിക്കാൻ വേണം. തങ്ങളിവിടെ കഴിക്കാൻ കഴിച്ച് തങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾ പോയി. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് കൊടുക്കട്ടെ. നമ്മൾ കൂട്ടുകാരായതുകൊണ്ട് പറഞ്ഞാണ്. മൂപ്പരങ്ങനെ എല്ലാ ദിവസവും നോമ്പാണ്, ശരീരം കണ്ടില്ല എന്ന് പറയാം. അപ്പോൾ സംഭവം എന്തൊക്കെയാണെങ്കിലും നാട്ടിൽ വരാനും ഈ പരിപാടിക്ക് എത്താനും ഷെരീഫ് ഫൈസിയാണ് കാരണം. അതിൻ്റെ കൂലി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റ് അതെങ്കിലും പറയണമല്ലോ, അല്ലേ ഇവിടുന്ന് പോണ്ടേ. അപ്പോൾ നാം ആരുടെ കൂടെയാണോ അവരെ പോലെ നമുക്ക് ഉണ്ടാവും സ്വഭാവം, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഏത് തെമ്മാടിത്തരം ചെയ്യുന്നവനാണെങ്കിലും അവനെ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കൂട്ടുകാരനെ അവനെ മറക്കൂല. ആദ്യമായി ഇപ്പോൾ ശരിക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അവനെ ആദ്യമായി വലിപ്പിച്ച ഒരാളുണ്ടാവും. ആദ്യമായി വലിപ്പിച്ച ഒരാളുണ്ടാവില്ലേ? ഇല്യാസം തന്നെ പേര് മറന്നുപോയി. മുജീബ്. ആദ്യമായി വലിപ്പിച്ച ഒരാളുണ്ടാവും, മുജീബിനെ പെട്ടെന്ന് ആർക്കും വലിപ്പിക്കാൻ പറ്റൂല. കാരണം മുജീബ് എല്ലാവരും വലിപ്പിക്കുന്ന ആളായതുകൊണ്ട്. സ്കൂളിൽ 4 പഠിക്കുമ്പോൾ, സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ, സ്കൂളിൽ SSLCക്ക് പഠിക്കുമ്പോൾ സ്കൂൾ കട്ട് ചെയ്ത് കടൽ തീരത്തും റെയിൽവേ ട്രാക്കിലൊക്കെ ചെന്നിരുന്ന് നീ ആദ്യം ഒന്ന് വലിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം ബീഡിക്കുറ്റി കയ്യിൽ തന്ന ഒരു കൂട്ടുകാരനെ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മറക്കൂല, ഓർമ്മ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ വലിയ കഞ്ചാവിൻ്റെ ആളാവുമ്പോൾ അതിൻ്റെ പ്രതിഫലം മുഴുവനും ആ മറ്റേ മനുഷ്യന്, മഹാനായ മനുഷ്യൻ്റെ അരികിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തുടങ്ങി വെച്ച മനുഷ്യന് കിട്ടും. ഞാൻ കള്ളു കുടിക്കൂല, എനിക്ക് വേണ്ട, എൻ്റെ വാപ്പ കുടിയാനല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ന്യൂ ഇയർ അല്ലടാ സുധീറ, അങ്ങോട്ട് അടിയട, ഞാൻ കുടിക്കൂല, വല്ലാഹി 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 റബ്ബ് സത്യമായിട്ട് എനിക്ക് വേണ്ട. എടാ ഒരു ശകലം കൂടി അല്പം കൂടി കട്ടൻ ചായ കണക്കല്ലേ ഇരിക്കുന്നത്, വേണ്ട അതല്ല, ഇനി നീ കുടിക്കണ്ട, ഇനി മരിക്കോൾ അല്ലാണ് നീ കുടിക്കണ്ട, പക്ഷേ ഇത് നീ കുടിക്കണം. അങ്ങനെ കൂട്ടുകാരനെന്ന് പറയുന്ന ചങ്കുകളുടെ മുന്നിൽ നിർബന്ധിതനായി ആദ്യം തുടങ്ങി വെച്ച മൊഴിക്കുടിയന്മാർ പലരും ഈ മേമാട്ടുപറയിൽ പരിസരത്തിരുന്ന് കടത്തിന്നയിലൊക്കെ ഇരുന്ന് ഇയാളെന്ന് നമ്മളെ കുറിച്ചാടെ വരാനെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അന്ന് തുടങ്ങി വെച്ച, തമാശ പറഞ്ഞതല്ല, അയാൾക്കൊരു കൂട്ടുകാരനുണ്ടാവും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത. അവൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ശരിയാക്കാം എന്ന് പറയില്ല അവനാണ്. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും, അവൻ മറുത്തൊന്നും പറയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ആദ്യം സിഗരറ്റ് വലി തുടങ്ങിയ, ആദ്യം വെള്ളമടി തുടങ്ങിയ, ആദ്യം ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ, ആദ്യം വ്യഭിചരിച്ച് തുടങ്ങിയ, ആദ്യം മോഷണം തുടങ്ങിയ, ആദ്യം ഹറാമിയത്ത് തുടങ്ങിയ ഒരാളുണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫയല്ലുറു അഹദും മയ്യുഖാലിലു. അതുകൊണ്ട് ആരാണ് നിങ്ങളുടെ കൂട്ടുകാരനെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളട്ടെ. ഞാനിന്ന് നിങ്ങളോട് പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ചിന്തിക്കണം, അല്ലാഹുവേ ആരൊക്കെയാണ് എൻ്റെ കൂട്ടുകാര്? മരിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കണം, ആരാണ് നിങ്ങളുടെ കൂട്ടുകാര്? മേമാട്ടുപാറയിലെ സൈനിയ ഖുർആൻ അക്കാദമിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജമലുല്ലൈ തങ്ങളുടെ അതരത്തിൽ നിന്ന് അടർന്നു വീണ ഖുർആനിന്റെ അത്ഭുതമുത്തുകളായ സൂറത്തുൽ ഫാത്തിഹയുടെ മൊഴിമുത്തുകൾ അതരത്തിലൂടെ കൊണ്ടു നടന്ന മധുരം നുകർന്ന ഈ മഹനീയമായ ദുൽഹജ്ജിന്റെ രാത്രിയിൽ ആരാണ് എന്റെ കൂട്ടുകാരല്ലാ? ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ആഫിലീങ്ങളും നാട്ടുകാരും കമ്മിറ്റിക്കാരും സംഘാടകരും എല്ലാവരും ചിന്തിക്കണം, ആരാണ് എന്റെ കൂട്ടുകാരല്ല? അവരുടെ കൂടെ ഞാൻ നടന്നാ ഞാൻ നശിച്ചു പോകുമോ അല്ല? ഞാൻ വഴിതെറ്റുമോ അല്ല? എന്റെ ഖബറിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഞാൻ തോറ്റുപോകുമോ അല്ല? എന്റെ നന്മകളെല്ലാം അവന്റെ കൂടെ നടന്ന് ഫസാദ് മീബത്തും പറഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമോ അല്ല? നേരം പുലർന്ന് മേമാട്ടുപാറയിലേക്ക് വന്ന് എന്റെ കൂട്ടുകാരന്റെ ഇരിക്കുന്ന കടയുടെ മുമ്പിൽ ഞാൻ ചെന്നിരുന്നാൽ അവൻ പറയാത്ത ഫസാദുകളില്ല, അവൻ മുടക്കാത്ത കല്യാണങ്ങളില്ല, അവൻ പറയാത്ത കളവുകളില്ല. അല്ലാഹുവേ, ഇനിയും ഞാൻ അവന്റെ കൂടെ രസത്തിന് വേണ്ടി തമാശക്ക് വേണ്ടി കൂട്ടുകൂടിയാൽ ആരോരുമില്ലാതെ 3 കഷണം വെള്ളത്തുണിയിൽ പറഞ്ഞിട്ട് പള്ളിപ്പറമ്പിന്റെ 6 അടി മണ്ണിന്റെ കപ്പന്നെ കുടിച്ചിടുമ്പോ അല്ലാഹുവേ, ആ കൂട്ടുകാർ വന്ന് കരഞ്ഞ് മണ്ണിട്ട് പോകുന്നത് കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ. ഞാൻ മരിച്ച സങ്കടം തീർക്കാൻ വേണ്ടി കള്ളു കുടിക്കുന്നവരാണ് എന്റെ കൂട്ടുകാരെങ്കില്, ഞാൻ മരിച്ച സങ്കടം തീർക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്റെ കൂട്ടുകാരെങ്കില്, അതിന്റെ പരിണിത ഫലം കൂടി ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ല പടച്ചവനെ.
എന്ന് ചിന്തിച്ചുകൊണ്ട് മാറണോ ഈ രാത്രി അസ്രായീൽ വരുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുക. അല്ലാഹുവേ, ഇനി ഞാൻ നല്ല കൂട്ടുകാരുമായിട്ടേ കമ്പനിയുള്ളൂ. നീ സുബഹിക്ക് എഴുന്നേറ്റോ എന്ന് ചോദിക്കുന്ന, ജുമഅക്ക് നേരത്തെ പോണമെന്ന് പറയുന്ന, ഇന്നെന്തുകൊണ്ട് മേമാട്ടുപാറയിൽ നീ പ്രസംഗത്തിന് വന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്ന, വെള്ളിയാഴ്ച രാവിലെ സ്ഥാപനത്തിൽ നടക്കുന്ന സലാത്തിന് വരാത്തരെന്തെന്ന് ചോദിക്കുന്ന, ശംസുലുലമയുടെ ആണ്ടിനെന്തേ നീ വരാത്തരെന്ന് ചോദിക്കുന്ന, അങ്ങനെ മമ്പുറപ്പ് സലാത്തിനെന്തേ വരാത്തരെന്ന് ചോദിക്കുന്ന, ഒരുപാട് നന്മകൾക്ക് വേണ്ടിയിട്ട് കൂട്ടുകൂടുന്ന കൂട്ടുകാരനില്ലാതെ അറാബിന്റെ അവസ്ഥയിലേക്ക് ഞാൻ പോകൂല റബ്ബേ. അപ്പൊ നിങ്ങൾ പറയും, എത്ര തീരുമാനമെടുത്താലും എനിക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലെ മോശമായ കൂട്ടുകാരാണ്. അതിന്റെ കാരണം എന്താ? മൻ അറാദല്ലാഹു ബിഹി ഖൈറ, അള്ളാഹു ഒരു മനുഷ്യൻ എന്തെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റസഖഹു ഖലീലൻ സോലിഹ, അവൻ അള്ളാഹു സോലിഹായ കൂട്ടുകാരനെ കൊടുക്കും, നല്ല കൂട്ടുകാരനെ കൊടുക്കും, നല്ല കൂട്ടുകാരനെ കൊടുക്കും. അവൻ കരയുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനോടൊപ്പം സങ്കടത്തിൽ പങ്കുചേരുന്ന, അവന്റെ വേദനകളിൽ പങ്കുചേരുന്ന, അവന്റെ സന്തോഷത്തിന് കാരണക്കാരനാകുന്ന, അവന്റെ എല്ലാ വിഷയത്തിനും സഹായിയാകുന്ന നല്ലൊരു കൂട്ടുകാരനെ കൊടുക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രണ്ട് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. മൻ അറാദല്ലാഹു ബിഹി ഖൈറ. ഇഫ്ദിന് പഠിക്കുന്ന മക്കളോട് അങ്ങനെയാണ്, ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന ആളുടെ കൂടെ കൂട്ടുകൂടിയാൽ നല്ലപോലെ പഠിക്കുക. അല്ലാതെ ഖുർആൻ എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങണവരോട് നീ കൂട്ടുകൂടിയാൽ അവ ഉറങ്ങണതിന് മുമ്പ് നീ ഉറങ്ങും. അപ്പോൾ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുക, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. പഠിക്കാത്തവർ പോട്ടെ, പഠിക്കുന്നവരുടെ കൂടെ കൂടുക, മത്സരിച്ച് പഠിക്കുക. ഇപ്പോൾ ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിഷാദ് എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു മത്സരം, പ്രസംഗത്തിലാണെങ്കിലും. പിന്നെ ക്ലാസ് ഉസ്താദ് തക്വീമുൽ ലിസാൻ്റെ എക്സാമൊക്കെ ഇടുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ മദ്രസ ഹാൾ അടച്ചിട്ട് ഞാനും അവനും കൂടിയിട്ട് മത്സരപ്പെടുത്തായിരുന്നു രാത്രിയിൽ. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എനിക്കും അവന് ഒരുപോലെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷേ അവന് കുറേയേറെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പഠിത്തം നിർത്തി പാതി വഴി. ഇന്നും എൻ്റെ വീടിൻ്റെ താഴെ അവൻ്റെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും ആ വീട്ടിലേക്ക് അവൻ വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കും. എൻ്റെ വണ്ടി അവിടെ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് വിളിക്കും, ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കും. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന് എല്ലാ അഭിവൃദ്ധിയും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് പഠിക്കാനൊരു ആവേശം ഉണ്ടാവും, പഠിക്കാനൊരു ഉണർവ് ഉന്മേഷം ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? പൈസയില്ലേ? ജാമ്യയിൽ പഠിക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലപോലെ പഠിക്കാൻ കൂട്ടുകാരുള്ള അവരെ കൂട്ടുകൂടി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നല്ല കൂട്ടുകാർ കിട്ടും. മധുരയാടി പൊറോട്ട അടിക്കാൻ പോണവരാണ് കൂട്ടുകാരെങ്കിൽ 4 മണിയാകുമ്പോൾ അവരും കൂടെ പോയി അടിക്കും, അത്ര തന്നെ. പൊട്ടച്ചിറ ഞങ്ങൾ പഠിക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പേങ്ങാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്ത് പൊറോട്ടയും പിന്നെ ബീഫൊക്കെ കഴിക്കാൻ വേണ്ടി. കോളയിലെ ഭക്ഷണം പിന്നെ വെള്ളം ചേർത്ത കറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാർ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആരാന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനുണ്ടായിരുന്നു മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയേറെ രോമം എഴുന്നേറ്റ് പോകുന്ന മറ്റൊരു ചരിത്രമുണ്ടോ? മറ്റൊരു കൂട്ടുകെട്ട് പറയാനുണ്ടോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടിമകളോടൊപ്പം തന്നെ യജമാനന്മാരോടൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ്. ഒട്ടകക്കൂട്ടങ്ങളും സാധന സാമഗ്രികളുമായി കച്ചവട സംഘത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ആ യാത്രാ സംഘത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. യജമാനന്മാര് ചാട്ടവാറുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിലടിക്കുകയാ. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയാണ്, ഉമ്മ അടിമയാണ്, വാപ്പ അടിമയാണ്, അടിമപ്പാളയത്തിലാണ് പ്രസവിച്ചു വീണത്. അതുകൊണ്ട് യജമാനന്മാര് പറയുന്ന പോലെ നിർബന്ധമായും ബിലാൽ എന്ന് പറയുന്ന കറുത്തിരിക്കുന്ന പാവപ്പെട്ട കുഞ്ഞ് ശരീരം ചെയ്യണമായിരുന്നു. ആ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നല്ല ശബ്ദമായതുകൊണ്ട് കച്ചവട സംഘത്തിന്റെ യാത്രയുടെ മൂകത മാറ്റാൻ വേണ്ടിയിട്ട് പാട്ടുപാടാൻ പറഞ്ഞ് മുതലാളിമാര് ചാട്ടവാറ് കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിക്കുമ്പോ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പാട്ടുപാടുമ്പോ ആ യാത്രാ സംഘത്തിന്റെ പുറകിലുണ്ടായിരുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കാതിലേക്ക് ആ പാട്ട് കേൾക്കുകയാണ്. ഓടി വന്ന് നോക്കുമ്പോ കറുത്തവനായ പാവപ്പെട്ട ഒരു അടിമയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹ്, ഇത്ര മനോഹരമായ ശബ്ദമാണെങ്കിൽ ഈ ശബ്ദം കൊണ്ട് ബിലാലെന്ന ഖുർആൻ ഓതിയാ എന്ത് രസമായിരിക്കുമല്ലോ. ഇത്ര രസമുള്ള ശബ്ദമാണെങ്കിൽ ഈ ശബ്ദം കൊണ്ട് ബിലാലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നൊന്ന് വിളിച്ചാൽ എന്ത് രസമായിരിക്കുമല്ലോ. യാത്രയെല്ലാം കഴിഞ്ഞു വരുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നും ഇങ്ങനെ അടിമയായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ചാ മതിയോ? നിനക്ക് ഈ അടിമ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യം നേടണ്ടേ? ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എനിക്ക് സ്വാതന്ത്ര്യം തരാൻ? എന്റെ ഉമ്മ അടിമ സ്ത്രീയാണ്, എന്റെ വാപ്പ അടിമയാണ്. ഒട്ടകത്തിന്റെ ചപ്പ് ചവറുകൾ കാഷ്ടങ്ങളും വലിച്ചെറിയപ്പെടുന്ന ചപ്പുകൂനയിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരാണ് എനിക്ക് സ്വാതന്ത്ര്യം തരാൻ? ഞാൻ പണിയെടുത്താൽ അവരെനിക്ക് ഭക്ഷണം തരുമില്ലെങ്കിൽ ഒട്ടകത്തിന്റെ മൂത്രം തരുമെന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ലോകത്തെ അടിമകളെ മുഴുവനും മോചിപ്പിക്കാൻ അല്ലാഹു പറഞ്ഞുവിട്ട ഒരു പ്രവാചകരുണ്ട്, മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. ആ പ്രവാചകൻ വന്നാൽ നിനക്ക് സ്വതന്ത്രനാകാൻ പറ്റുമല്ലോ. നീ ആ പ്രവാചകന്റെ കൈ പിടിച്ചാൽ നീ എന്നോടൊപ്പം വരുമോ? ആ മുത്തൊളി ദീപത്തെ ഒരു നോക്ക് കണ്ടാ നിനക്ക് മോചനം കിട്ടും. ഈ അടിമകളോടൊപ്പം കിടന്ന് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും എനിക്ക് വരാൻ കഴിയൂല. അങ്ങനെ ഞാൻ വന്നു എന്നറിഞ്ഞാൽ ഈ അടിമപ്പാളയത്തിൽ വെട്ടി കഷണമാക്കിയിട്ട് കടുകന്മാർക്ക് കൊത്തി തിന്നാൻ വേണ്ടി എന്റെ മാംസശകലങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കുമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി. ഒരു കൂട്ടുകാരനെ കിട്ടുന്നത് കണ്ടു. ആരോരുമില്ലാത്ത പാവപ്പെട്ട ബിലാലിനൊരു കൂട്ടുകാരനെ കിട്ടുന്നത് കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ദിവസവും വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു യജമാനൻ അറിയാതെ പുറത്തു ചാടുകയാണ്. വേഗം പോയിട്ട് വരാം ബിലാൽ, വേഗം പോയിട്ട് വരാം ബിലാൽ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ ആദ്യമായി കാണാൻ ഒരു കൂട്ടുകാരനെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിരൽത്തുമ്പും പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ബിലാലിന് ഒരു വല്ലാത്ത ഭയമായിരുന്നു. എത്ര സൗന്ദര്യമുള്ള പ്രവാചകരോ, എന്ത് പ്രകാശമാണ് കാണുന്നത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അടുത്തു പോകുന്നത് ശരിയല്ലല്ലോ, ഒട്ടകത്തിന്റെ നജസുള്ള ശരീരമല്ലേ, അടിമപ്പാളയത്തിൽ പിറന്നു വീണ ആരും എന്റെ തൊടാനിറക്കുന്ന ശരീരത്തിന്റെ ഉടമയല്ലേ, ദുർഗന്ധമുള്ള ശരീരമല്ലേ. അതുകൊണ്ട് കുറച്ചു ദൂരെ നിൽക്കാമെന്ന് കരുതി പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ദൂരെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൈകൊണ്ട് വിളിക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹു വിറച്ച് അരികിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ തൊടുകയാ. പൊട്ടി കരഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് മടങ്ങി വരികയാ. അന്ന് രാത്രിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നെ തൊട്ട പ്രവാചകരോ, എന്റെ കറുത്ത ശരീരത്തിൽ തൊട്ട പ്രവാചകരോ, എനിക്ക് കാണാൻ പോണമെന്ന് അതിയായ മോഹമാ. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എനിക്ക് ആ മുത്തുനബിയെ ഒന്ന് കാണാതിരിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോകണമെന്ന് അതിയായ കൊതി വരികയാ. ആ മുഖത്തിന്റെ പ്രകാശം വർണ്ണനകൾക്ക് അതീതമാണ്. ആ ചുണ്ടുകൾ വർണ്ണിക്കാൻ കഴിയാത്തതാണ്. ആ ശരീരത്തിന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. താരാജാലം താഴെ വരുന്നൊരു തോഹനിലാവൊളിയേ, പാരാവാരം തേനൊഴുകുന്നൊരു സ്നേഹമുഖം തെളിയേ, താരാജാലം താഴെ വരുന്നൊരു തോഹനിലാവൊളിയേ, പാരാവാരം തേനൊഴുകുന്നൊരു സ്നേഹമുഖം തെളിയേ. ഉറക്കം വരാതെ
തിരിഞ്ഞും മറിഞ്ഞും കിടക്കാണ്. അത്രയും വലിയ സൗന്ദര്യമുള്ള മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നതും കാത്തിരുന്നു. ആ കൂട്ടുകാരന്റെ വിരൽത്തുമ്പ് പിടിച്ചിട്ട് അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നിട്ട് ആ കൈമുത്തിയിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്ര മധുരമേറിയ ഒരു കലിമത്ത് തൗഹീദ് വേറെ കേട്ടിട്ടുണ്ടോ? ആ പാവപ്പെട്ട ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോ ശത്രുക്കൾ അടിക്കാനും ഇടിക്കാനും തുടങ്ങി. പാറക്കെട്ടുകൾക്കിടയിൽ വെച്ച് ഞെരിച്ചമർത്താൻ തുടങ്ങി. വിശദീകരിക്കാൻ നേരമില്ല, വിഷയം വിശാലമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എന്തിനാ നീ മുഹമ്മദിനെ വിശ്വസിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ വലിച്ചടച്ചുകൊണ്ട് നടന്നു. ആ സമയത്ത് പോലും ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് ഒന്ന് പിന്മാറിയില്ല, ഒരു സെക്കൻഡ് ഒന്ന് പിന്മാറിയില്ല. ആ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യതാപമേറ്റുകൊണ്ട് മരുഭൂമിയിൽ കിടന്ന് വെന്തുരുകുമ്പോ ദാഹിക്കുന്ന തൊണ്ടയിലേക്ക് ഒട്ടകത്തിന്റെ മൂത്രമൊഴിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ ശത്രുക്കള് ആ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാറായി അടികൊണ്ട് ഇടികൊണ്ട് തകർന്ന് തളർന്ന് തരിപ്പണമായി പഞ്ഞിക്കെട്ട് പോലെ ആയിപ്പോയി. അവിടെയാണ് ആ കൂട്ടുകാരന്റെ രണ്ടാമത്തെ വരവവിടെയാണ്. ആ കൂട്ടുകാരന്റെ രണ്ടാമത്തെ വരവവിടെയാണ്. കരയുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്റെ കണ്ണീര് തുടക്കാ, പൊട്ടിക്കരയുന്ന ബിലാലിന് സമാധാനം പകരാ, ഹൃദയം നോവുന്ന ബിലാലിന്റെ നൊമ്പരം മാറ്റാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. എന്നിട്ട് അന്നത്തെ മുതലാളിമാരോട് ചോദിക്കുകയാ, ഈ അടിമയെ നിങ്ങൾ എനിക്ക് തരുവോ? ഈ അടിമയെ നിങ്ങൾ എനിക്ക് തരുവോ? അവര് പറയുകയാണ്, അബൂബക്കറേ, യവനെ കൊണ്ടൊരു ഗ്ലാസ് വെള്ളം എടുത്തുയർത്താൻ കഴിയൂല. അടികൊണ്ടവന്റെ ശരീരത്തിന്റെ എല്ല് പൊട്ടിയിരിക്കുകയാ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂല. നീ കൊണ്ടുപോയിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പണം ഞാൻ തരും. എനിക്ക് ബിലാലിനെ തരുമോ? എനിക്ക് ബിലാലിനെ തരുമോ? എനിക്ക് ബിലാലിനെ തരുമോ? നിങ്ങൾ പറയുന്ന പണം ഞാൻ തരുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നത്തെ അറേബ്യയിലെ ഏറ്റവും കഴിവുള്ള 60 അടിമകൾക്ക് കൊടുക്കുന്ന പണം കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലയ്ക്ക് വാങ്ങുകയാണ്. നടക്കാൻ കഴിയാത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ തോളപ്പെടുത്തിട്ടുകൊണ്ടാണ് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടു ചെല്ലുന്നത്. തോളത്തെടുത്തിട്ടാണ് കൊണ്ടു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ആ സമയത്ത് പറഞ്ഞു കൊടുത്ത ഒരു വർത്തമാനമുണ്ട്. നിന്റെ നല്ല കൂട്ടുകാരനാണ് അബൂബക്കർ, നിന്റെ നല്ല കൂട്ടുകാരനാണ് അബൂബക്കർ. ഇസ്ലാമിന്റെ പേരിൽ അടികൊണ്ട് തളർന്ന് ക്ഷീണിച്ച് കിടന്നപ്പോ 60 അടിമകൾക്ക് കൊടുക്കുന്ന പണം കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ തോളപ്പെടുത്തോട്ട് കൊണ്ടുവന്നു വന്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ എല്ലാം മറന്നുകൊണ്ട് സഹായിക്കുന്ന, എല്ലാം മറന്നുകൊണ്ട് സഹകരിക്കുന്ന, എല്ലാം മറന്നുകൊണ്ട് സ്നേഹിക്കുന്ന ഏറ്റവും നല്ല കൂട്ടുകാരായി നമുക്ക് മാറാൻ കഴിയണം കേട്ടോ. അങ്ങനെ ഒരു കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കേണ്ടി വരില്ല. നിങ്ങൾ മരണപ്പെട്ട് കബറിന്റെ ചാരത്ത് ചെന്നാ വാപ്പ മറന്നാലും ഉമ്മ മറന്നാലും സഹോദരങ്ങൾ മറന്നാലും കൂടപ്പിറപ്പുകൾ മറന്നാലും കൂട്ടുകാർക്ക് മറക്കാൻ കഴിയൂല. ആ പ്രിയപ്പെട്ട കൂട്ടുകാര് എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് കബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുമല്ലോ. ഇന്ന് മേമാട്ടുപാറയിലെ ചെറുപ്പക്കാരുടെ നെഞ്ചുപൊട്ടിയ ഒരു മരണ വാർത്ത നിങ്ങൾ അറിഞ്ഞല്ലോ. VP സഫീർ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരൻ വെള്ളത്തിൽ വീണ് മുങ്ങി മരണപ്പെട്ടു പോയ സംഭവം. അല്ലാഹുവേ, അവനോട് തോളപ്പ് ചേർന്ന് കിടന്ന കൂട്ടുകാർക്ക് താങ്ങാൻ പറ്റുമോ? അവന്റെ സുഹൃത്തുക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? അവനോടൊപ്പം ചിരിച്ചവർക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റുമോ? അവനോടൊപ്പം ഫുട്ബോൾ കാണാൻ പോയവർക്ക് ഇന്ന് കിടന്നാൽ ഉറക്കം വരുമോ? അവനോടൊപ്പം ക്രിക്കറ്റ് കാണാൻ പോയവർക്ക്
നോക്ക്, ഇന്ന് ഭക്ഷണം കഴിച്ചാൽ തൊള്ളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവോ? പിരിഞ്ഞും മറിഞ്ഞും കിടക്കും ആ കൂട്ടുകാരന് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യും. അതാണ് കൂട്ടുകാരുടെ പ്രത്യേകത, അതാണ് കൂട്ടുകാരുടെ പ്രത്യേകത, അതാണ് കൂട്ടുകാരുടെ പ്രത്യേകത. എന്റെ സഹോദരങ്ങളോട് പറയാ, അപ്പ സ്വാലിഹായ കൂട്ടുകാരനാണെങ്കിലോ, ഈമാനുള്ള കൂട്ടുകാരനാണെങ്കിലോ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരനാണെങ്കിലോ, അള്ളാന്റെ പൊരുത്തമുള്ള കൂട്ടുകാരനാണെങ്കിലോ, അള്ളാന്റെ ഗുരുത്തമുള്ള കൂട്ടുകാരനാണെങ്കിലോ പിന്നെ പേടിക്കാനുണ്ടോ? അത്ര ആത്മാർത്ഥമായ ദുആ ഹൃദയത്തിൽ വരും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും പണം കൊടുത്ത് വാങ്ങിയപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ കളിയാക്കി. എന്തെങ്കിലും രഹസ്യം ബിലാലിന് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പണം കൊടുത്ത് വാങ്ങിയത്, അല്ലെങ്കിൽ അത്രയും പണം കൊടുക്കൂലല്ലോ. ആ സമയത്ത് ഖുർആനാണ് ഇടപെട്ടത്. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى. അള്ളാഹുവിന്റെ പൂർണ്ണമായ തൃപ്തിയല്ലാതെ, പൊരുത്തമല്ലാതെ വേറെ ഒന്നും ആരുദ്ദേശിച്ചിട്ടില്ല. ബിലാൽ മുഅദ്ദി റളിയല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. മഹാനായ അൽഖമത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ലോകത്ത് നിന്ന് മരിക്കാൻ പോവാൻ, വിട പറയാൻ പോവാൻ. അപ്പൊ മരണപ്പെടാൻ പോകുമ്പോൾ നല്ല ഉപ്പമാര് മക്കൾക്ക് ഉപദേശം കൊടുക്കും. നല്ല ഷെയ്ഖന്മാര്, നല്ല ഷെയ്ഖ് എന്ന് പറയാൻ കള്ളന്മാരുണ്ട് നല്ലവരുണ്ട്, അതുകൊണ്ടാണ് നല്ല ഷെയ്ഖന്മാര് തൻ്റെ മുരീദന്മാർക്ക് നിർദ്ദേശം കൊടുക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിലാണ്. ഇപ്പൊ ഷെരീഫ് ഫൈസി ഉസ്താദൊക്കെ ഒരു വലിയ സിയാറത്ത് യാത്ര കഴിഞ്ഞിട്ടാണ് വന്നത്. ആ പോയ മഹാരഥന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സാധുക്കളായ നമ്മുടെയൊക്കെ ഈ മജ്ലിസ് അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ.